നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. 25 വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്നത് ഭയങ്കര അതിശയകരമായൊരു അനുഭവമാണ്. കാര്യം ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതിയുണ്ട്. മഞ്ഞിലാസിൻ്റെ പടം, അല്ലെങ്കിൽ സുപ്രിയയുടെ പടം, ജയമാലതിയുടെ പടം, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക് തിയേറ്ററിൽ കയറുമായിരുന്നു. ഇന്ന് അതുപോലെ അപൂർവം ബാനറുകളാണ് അവശേഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദ്. അപ്പോൾ ആശീർവാദ് എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടെ ആത്മബന്ധമുള്ള ഒരു ബാനറാണ്. എനിക്കറിയാം, ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം വരെയുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഹൃദയപൂർവ്വം തന്നെയുള്ള ബന്ധം ആന്റണി പെരുമ്പാവൂരായിട്ടും മോഹൻലാലായിട്ടും ഈ ടോട്ടൽ ടീമായിട്ടുണ്ട്. അപ്പോൾ 25 വർഷത്തിൽ എൻ്റെ ഒരു സന്തോഷം ആശീർവാദിൻ്റെ 25 വർഷത്തെ പടം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. അതിൽ പ്രത്യേകതയുള്ളത്, എൻ്റെ 2 മക്കളും ഇപ്പോൾ സിനിമ ഡയറക്ടേഴ്സായി. അനൂപ് സത്യൻ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമയും അഖിൽ സത്യൻ പാച്ചു അത്ഭുതങ്ങളൊക്കെ എന്നുള്ള സിനിമയും ചെയ്തു. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ അഖിൽ സത്യൻ്റെ കഥയാണ്. അനൂപ് സത്യനയുടെ സഹസംവിധായകനാണ്. സോനു TP എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരനാണ് അതിൻ്റെ തിരക്കഥയും സംഭാഷണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബചിത്രമായിരിക്കും എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.